എൻ്റെ പേര് രേഖ എന്നാണ്. ഞാനും എൻ്റെ മക്കളുമാണ് എൻ്റെ വീട്ടിലുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനൽ വഴി ബ്ലെസ്സിങ് ടുഡേയുടെ ഹേർട്ട് ടു ഹേർട്ട് എന്നുള്ള പ്രോഗ്രാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹേർട്ട് ടു ഹേർട്ട് പ്രോഗ്രാമിൽ രോഗികളായ ഒത്തിരി ആൾക്കാർക്ക് വേണ്ടിയിട്ട് സൗഖ്യം നേടാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ്. ആ പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ മക്കളും പങ്കെടുക്കുമ്പോൾ കുറേ നാളുകളായിട്ട് എനിക്ക് നട്ടെല്ലിന് വേദനയും ബുദ്ധിമുട്ടൊക്കെ, അതേപോലെ പല പ്രശ്നങ്ങളുമായിട്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെടും, ബുദ്ധിമുട്ട് അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആ സമയത്ത് മറ്റുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ നട്ടെല്ലിന് കൈ വെച്ചും കൊണ്ട്, അതായത് ഒരു കൈ എൻ്റെ നട്ടെല്ലിന് വെച്ചുകൊണ്ട് മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടി കൂടി ഞാൻ എൻ്റെ മറ്റേ കൈ ഉയർത്തി, വലത് കൈ ഉയർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ദൈവത്തോട് ഞാനും പ്രാർത്ഥിക്കേണ്ട, ദൈവമേ എൻ്റെ രോഗങ്ങളും ഒന്ന് സൗഖ്യമാക്കി തരണേ, എനിക്കും രോഗങ്ങളിൽ നിന്നൊരു വിടുതൽ തരണേ എന്ന് കണ്ണീരൊഴുക്കി ഞാനും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ നടുവിന് നമുക്ക് ചൂട് കിട്ടണത് പോലെ, അതായത് നമുക്കൊരാൾ വന്ന് ചൂട് വെച്ച് തരണത് പോലെ ഒരു ചൂട് എൻ്റെ ശരീരത്തേക്ക് കിട്ടും. അപ്പോൾ ആ ചൂട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൈ പിടിച്ചേക്കണ ആ ഭാഗത്തൊക്കെ ശരിക്കും എനിക്ക് ഹീലായിക്കൊണ്ടിരിക്കുക, ഒരു ചൂട് ശരിക്കും എനിക്ക് അനുഭവിച്ചുകൊണ്ട് തന്നെ ഞാൻ ഒരു കുറവ് എനിക്ക് കിട്ടുകയും ചെയ്യണ പോലെ എനിക്ക് നല്ലോണം ഫീലായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥന നിർത്താതെ തന്നെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടൊരു സൗഖ്യം കിട്ടി എന്നുള്ളൊരു തോന്നലിലേക്ക് എനിക്ക് വരികയാണ്. ആ സമയം ദൈവമേ എനിക്ക് ശരിക്കും ഹീല് കിട്ടണ്ടല്ലോ, ദൈവമേ എനിക്ക് എൻ്റെ അസുഖങ്ങൾ കുറയണ്ടല്ലോ എന്നൊക്കെ ഒരു ചിന്തയിൽ നിന്ന് നിൽക്കും. അങ്ങനെ തന്നെ ആ ഒരു ഫീൽ എൻ്റെ ശരീരത്തേക്ക്, ആ ചൂട് കറക്റ്റായിട്ട് എൻ്റെ ശരീരത്തേക്ക് അത്രത്തോളം ഇറങ്ങി വരുന്ന സമയത്താണ്, ആ ഒരു പൂർണ്ണമായ ഒരു സൗഖ്യം എൻ്റെ ശരീരത്തിൽ നടക്കണ ഒരു സമയത്താണ് ശരിക്കും ആ പ്രാർത്ഥനയിൽ പാസ്റ്റർ പറയണത്, രേഖ എന്ന് പറയുന്ന ഒരാൾ ഇതിലൂടെ ഒരു സൗഖ്യം നേടണത്, ആ ഒരു പേര് വിളിച്ച് ആ ഒരു വ്യക്തിക്ക് ഒരു സൗഖ്യം പറയണത് പോലെ പാസ്റ്റർ പറഞ്ഞു. അതിൽ തന്നെ രേഖ എന്നുള്ളൊരു പേര് എൻ്റെ ഉള്ളിൽ വരുന്നു. രേഖ എന്ന പേരുള്ളൊരു സഹോദരിയെ കർത്താവ് സൗഖ്യമാകും. നിങ്ങളുടെ വിഷയം നിങ്ങൾക്കറിയാം. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് വലിയ വിടുതലുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ലോർഡ്. ആ രേഖ എന്നുള്ളൊരു വ്യക്തിയുടെ പേര് പറഞ്ഞു. അപ്പം ഞാൻ ഉറപ്പിച്ചും ഞാൻ പറയാണ്, എൻ്റെ പേരാണത് പറഞ്ഞത്, ദൈവം എൻ്റെ പേരാണ് വിളിച്ചു പറഞ്ഞത്, എനിക്ക് സൗഖ്യം കിട്ടിയ കാര്യമാണ് അത് പറയണത്. ഞാൻ ഉറപ്പിച്ച് അത്രത്തോളം വർഷങ്ങളായിട്ട് എനിക്ക് നടുവിന് ആ ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ എനിക്ക് ആ ഹാർട്ട് ടു ഹാർട്ട് പ്രോഗ്രാമിൻ്റെ ആ ഒരു സമയത്ത് എനിക്ക് സൗഖ്യം കിട്ടി. ഞാനത് ഉറപ്പിച്ച് എൻ്റെ നടുവിൻ്റെ വേദനയാണ് പൂർണ്ണമായിട്ടും മാറിയതും. കുറച്ച് നേരത്തിന് ശേഷം എൻ്റെ ആ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ കാലിൽ ഇതുപോലെ തന്നെ വെരിക്കോസിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും എൻ്റെ കാലിനുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ ഈ വെരിക്കോസിസ് വെയിൻ്റെ കാര്യങ്ങളും ആ ബുദ്ധിമുട്ടും ഈ പ്രാർത്ഥനയിൽ ഞാൻ ആ നടുവിൻ്റെ കാര്യവും ഈ വെരിക്കോസിസ് വെയിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി പറഞ്ഞപ്പോൾ ഈ വെരിക്കോസിസ് വെയിൻ്റെ കാര്യത്തിൽ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഞരമ്പ്, കാലിലുണ്ടായിരുന്ന ആ ഞരമ്പ് അത്രയും ആ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പോലും കാണാമായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഞരമ്പ് അത്രത്തോളം എൻ്റെ വലത് കാലിൽ ആ ഞരമ്പ് തണർത്ത് വീർത്ത് വിങ്ങി നിൽക്കണ ഒരു കണ്ടീഷനിലായിരുന്നു. ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ആ പ്രാർത്ഥനയുടെ ഇതിലൂടെ തന്നെ അത് മാറി, അത് ഉറപ്പായിട്ടും മാറിയെന്ന് കാണിക്കാൻ വേണ്ടി തന്നെ ആ ഞരമ്പിൻ്റെ ആ ഒരു വീർപ്പും ആ ഒരു ബുദ്ധിമുട്ടും മാറി. എൻ്റെ മക്കൾ ഉൾപ്പെടെ അതിന് സാക്ഷിയാണ്. അന്നേരം എനിക്ക് ഫോണിലൂടെയുള്ള പ്രാർത്ഥന ആയതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് എൻ്റെ ഉണ്ടായ സന്തോഷം അതൊന്ന് എടുക്കാൻ അത്രത്തോളം ഞാൻ എൻ്റെ ദൈവത്തിന് മുട്ടുകുത്തി നിന്ന് എടുക്കുക ചെയ്യണം. എനിക്ക് ആ പ്രാർത്ഥനയിൽ ഹാർട്ട് ടു ഹാർട്ട് എന്നുള്ള പ്രോഗ്രാമിൽ ആ ഓൺലൈൻ പ്രാർത്ഥനയിൽ എൻ്റെ നടുവിനുണ്ടായ വേദന വളരെ കാലമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ആ വേദനയ്ക്ക് എനിക്കൊരു സൗഖ്യമായി, പൂർണ്ണമായി സൗഖ്യമായി. കാലിലെ വെരിക്കോസ് ആ വെയിൻ്റെ പ്രശ്നവും പൂർണ്ണമായിട്ടും മാറി. ഇന്നും എനിക്ക് ആ ഒരു പ്രശ്നം അന്ന് ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തുടങ്ങി സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇന്ന് ഇല്ല. എൻ്റെ രോഗം ഭേദമാക്കിയ ദൈവത്തിന് നന്ദി.